മുസ്ലിം ലീഗിലേക്കെന്ന വാർത്ത നിഷേധിച്ച മുൻ മന്ത്രിയും അയനൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ നിലവിൽ ഇടതുമുന്നണി വിടേണ്ട സാഹചര്യമില്ല, വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ ജനം ടിവിയോട് പറഞ്ഞു. എന്തായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ദിസ്ന സുരേഷ് തന്നെ ചേരുന്നുണ്ട്. ദിസ്ന, നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചത് ഈ വാർത്ത അത് വ്യാജമാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. പക്ഷേ ഈ വാർത്ത എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. എന്തായാലും മുസ്ലിം ലീഗിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളൊരു വാർത്ത വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച വഴിവെച്ചതാണ് ഈ ഒരു സംഭവം. അതായത് അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക്, ഇടതു മുന്നണി വിട്ട് മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്നൊരു വാർത്തയാണ് രാവിലെ മുതൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് PMA സലാം അടക്കമുള്ള പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നൊരു കാര്യമാണ് പ്രധാനമായും ഉരുത്തിരിഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അഹമ്മദ് ദേവർകോവിലിനെ ബന്ധപ്പെട്ടതും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല, PMA സലാമുമായി താൻ കണ്ടിട്ട് പോലുമില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രധാനമായും അദ്ദേഹം എടുത്തു പറയുന്നത് താൻ ഇടതുമുന്നണിയിൽ നിന്നും ജയിച്ചു വന്ന ഒരാളാണ്, ഇടതുമുന്നണിയിൽ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കാനാണ് താൻ താല്പര്യപ്പെടുന്നത്. മുൻപ് ഇന്നലെ വിട്ട ആളുകളും തന്നോട് വൈരാഗ്യമുള്ള വ്യക്തികളുമാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.